നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ഓട്സ് പിസയാണ്. ഓട്സ് ബേസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സവാളയും ക്യാപ്സിക്കവും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു പിസയാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ചിക്കൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ക്യാപ്സിക്കവും ടൊമാറ്റോവും സവാളയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു പിസ്സ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഓട്സിൻ്റെ പൊടിയാണ്. അപ്പോൾ ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് ഓട്സിൻ്റെ പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടയും അതുപോലെ തന്നെ ഓട്സും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പാല് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് പാലൊഴിച്ചാൽ മതി, പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതെവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് വഴറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊന്നുകൂടി തിക്കാവും. അപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടി പാലൊഴിച്ച് കൊടുക്കേണ്ടി വരും. അതുവരെ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയും 2 ടൈപ്പ് ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പറാണ്. തക്കാളി എടുത്തിട്ടുണ്ട്, പക്ഷേ തക്കാളി നമ്മളിവിടെ വഴറ്റിയെടുക്കുന്നില്ല, ഡയറക്റ്റ് പിസയിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ സമയം നമ്മുടെ ഓട്സ് ഒന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടിയും പാലൊഴിച്ച് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോയും ചേർക്കുമ്പോഴാണ് ആ ഒരു പിസയുടെ ഫ്ലേവർ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്ക് പിസയുടെ ബേസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ബാറ്റർ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. വേണമെങ്കിൽ അടിയിൽ, അതായത് താഴത്ത് കുറച്ച് ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഒലിവ് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, ഇത് അടി പിടിക്കില്ല, അതുകൊണ്ട് തന്നെ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമല്ല, സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഫുള്ള് വേവാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പിസ്സ സോസ് അല്ലെങ്കിൽ പെരി പെരി സോസോ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് കുറച്ച് അധികം ഒഴിച്ചിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിന് പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ടൊമാറ്റോ, വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമുക്ക് ഇതുപോലെ ഒന്ന് പതിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഇതിങ്ങനെ വേവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ടൊമാറ്റോ ഒന്നും പതിപ്പിച്ച് വയ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു മീഡിയം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ടൊമാറ്റോ, അതുപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയൊക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ ഇപ്പോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പനീർ വേണമെങ്കിൽ പനീർ, അതൊക്കെ യൂസ് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു പിസ്സയാണ്. കോൺ ഉണ്ടെങ്കിൽ കോൺ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാ വെജിറ്റബിൾസും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസും ഇതുപോലെ തന്നെ നിറയെ ഇട്ട് കൊടുക്കാൻ. ഞാൻ ഒത്തിരി അങ്ങോട്ട് ഇട്ടിട്ടില്ല, കുറച്ചുകൂടി അധികം ഇട്ടാലാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുള്ളൂ. പക്ഷെ ഞാൻ അധികം അങ്ങോട്ട് ഇട്ടിട്ടില്ല. ഇനി കുറച്ച് ഒറിഗാനോ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പിസ്സ ഇവിടെ റെഡി ആയിട്ട്, ഹെൽത്തി ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ, ഒറിഗാനൊക്കെ ചേർത്തുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.